ഇടതുമുന്നണിയിലെ രണ്ടാം കക്ഷിയായ CPI-യും CPM-ഉം തമ്മിൽ പ്രതിപക്ഷ ഉപനേതാവ് പദവിയെ ചൊല്ലിയുള്ള തർക്കം മുറുകുന്നു. വിഷയത്തിൽ ധാരണയിലെത്തുന്നതിനായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം AKG സെന്ററിലെത്തി CPM സംസ്ഥാന സെക്രട്ടറിയുമായി നടത്തിയ ഉഭയകക്ഷി ചർച്ച പരാജയപ്പെട്ടു. പദവിയുടെ കാര്യങ്ങളിൽ ഇരു പാർട്ടികളും തങ്ങളുടെ നിലപാടുകളിൽ ഉറച്ചുനിന്നതോടെയാണ് ചർച്ച സമവായമാകാതെ പിരിഞ്ഞത്. മാറ്റമൊന്നുമില്ല. രണ്ട് പാർട്ടികൾക്കും ഒരു മാറ്റവുമില്ല. പല വഴികളുണ്ടല്ലോ. ഒരു പരിഹാരം കണ്ട കുറെ ദിവസങ്ങളായി ഇപ്പോ അല്ല, പരിഹാരം ഉണ്ടാകില്ല. എല്ലാത്തിനും നോക്കാം, നമുക്ക് നോക്കാം. ഇപ്പോഴത്തെ അവസ്ഥയിൽ CPI നിലപാടിൽ CPI നിൽക്കുന്നു, CPM നിലപാടിൽ CPM നിൽക്കുന്നു. അല്ല, ഏത് വിഷയത്തിലും പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടി വീണ്ടും CPI-ക്കും CPM-ഉം തമ്മിൽ കാണാം. ശരിയപ്പം ഇനിയും കാത്തിരിക്കാനാണോ? അങ്ങനെയൊന്നും നിങ്ങൾ മുമ്പതിലേക്ക് പോകണ്ട. CPI CPM ബന്ധത്തെ പറ്റി ഞങ്ങൾക്ക് നിലപാടുണ്ട്. LDF-ൽ അതിൻ്റെ താല്പര്യങ്ങൾക്ക് ആ രാഷ്ട്രീയത്തിന് എത്രമാത്രം പ്രാധാന്യം CPI കൊടുക്കുന്നുണ്ടോ അത്രയും പ്രാധാന്യം CPM കൊടുക്കേണ്ടതാണ്. അങ്ങനെ കൊടുക്കുമ്പോൾ LDF-ൻ്റെ ഐക്യത്തിന് വേണ്ടി, ഒരുമിച്ചുള്ള പോരാട്ടങ്ങൾക്ക് വേണ്ടി, CPI-ക്കും CPM-നും ഒന്നിച്ചു പോകാൻ വേണ്ടി അത്യാവശ്യമായ തീരുമാനങ്ങൾ CPI-ക്കും CPM-നും എടുക്കാൻ കഴിയണം. ഒരു പദവിയെ ചൊല്ലി പാർട്ടി ഓഫീസിൽ ഉഭയകക്ഷി ചർച്ച നടത്തുന്ന തീരുമാനമാകുന്നില്ല. CPI വാസ്തവത്തിൽ അതിനകത്തൊരു അപമാനിക്കപ്പെടുന്ന ഒരു അവസ്ഥയാണ്. ഇല്ല, ഇതൊന്നും അന്തിമവാക്കൊന്നും അല്ലല്ലോ. അപമാനമൊന്നുമില്ല. ഒരു വിട്ടുവീഴ്ചക്ക് CPM തയ്യാറാവുന്നില്ല എന്നാണോ? അപമാനമൊന്നുമില്ല അതിനകത്തൊന്നും. അപമാനം എന്താ? രാഷ്ട്രീയ സംസാരമല്ലേ, ചർച്ചയല്ലേ. അപമാനം എന്താണ്? അതുകൊണ്ട് ചർച്ച വിജയിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് പദവി തരാനാവില്ലെന്ന് CPM പറയുന്നത്? അല്ല, എന്താണ് അതവര് പറയട്ടെ. അല്ല, CPI എന്താണ് പറഞ്ഞേക്കുന്നത്? അവര് പറയട്ടെ. അതിന്റെ ആ രാഷ്ട്രീയ അർത്ഥങ്ങൾ മനസ്സിലാക്കേണ്ട പക്വത ആ പാർട്ടിക്കുമുണ്ട്, ഞങ്ങൾക്കതുണ്ട്, അവർക്കുമുണ്ട്. ശരി, മുന്നണിയുടെ നല്ല പുരോഗതിക്കും നല്ല മുന്നോട്ട് പോക്കിനും ഞങ്ങൾ തയ്യാറാണ്. അത് CPM-ഉം തയ്യാറാണ്. പദവി കിട്ടാതെ നിയമസഭാ കക്ഷി യോഗത്തിൽ പങ്കെടുക്കില്ല എന്നൊരു തീരുമാനത്തിൽ തന്നെ ഇതൊരു പദവിയുടെ പ്രശ്നമല്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, അതിൽ ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ മുന്നണിയാണത്, ജനാധിപത്യത്തിൻ്റെ മുന്നണിയാണത്. ഓരോ വാക്കിനും അർത്ഥമുണ്ട്. ആ അർത്ഥം ഉൾക്കൊള്ളാൻ CPI-ക്ക് പറ്റും, CPM-നും പറ്റേണ്ടതാണ്.